ശ്രീ ജയചന്ദ്രൻ നോക്കൂ, ഇപ്പോൾ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസം 1000 രൂപ വീതം കുടുംബത്തിന് നൽകിക്കൊണ്ട് 6 കിലോ അരി, അതൊരു താൽക്കാലിക ആശ്വാസമാണ്. എന്ന് വെച്ചാൽ ഈ താൽക്കാലിക ആശ്വാസം വിഷയത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് മാറാതിരിക്കുക, അതൊക്കെ വേറെ കാര്യം. ഈ 26 മുതൽ 29-ാം തീയതി ഇന്ന് വരെയുള്ള ഈ ദിവസങ്ങളിൽ ശ്രീ ജയചന്ദ്രൻ നോക്കിയാൽ ഇതുപോലെ അങ്ങേയറ്റം ഗൗരവമുള്ളൊരു പ്രശ്നം, അതിനെ സർക്കാർ എത്രമാത്രം മൈക്രോ ലെവലിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങൾ. ആകെ 643 കണ്ടെയ്നറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണു പോയിട്ടുണ്ടാകാം. 54 കണ്ടെയ്നറുകൾ മാത്രമാണ് തീരത്തടിഞ്ഞിട്ടുള്ളത്. തീരശുചീകരണം പ്രധാനമാണ്. ഡ്രോൺ സർവേ നടന്നിരുന്നു, അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. നഷ്ടപരിഹാരം ഈടാക്കാൻ സ്റ്റെപ്സുകൾ ആരംഭിച്ചു. പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ചു കഴിഞ്ഞു. സവിശേഷമായിട്ടുള്ള സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്റ്റെപ്സ് എടുക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷം എത്രമാത്രം എൻഗേജ് ചെയ്തിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം പ്രതിപക്ഷം അതിൻ്റെ സീരിയസ്നെസ്സിനനുസരിച്ച് സർക്കാർ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവരുടേതായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തെ മറികടക്കാൻ വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുന്നു എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടോ എന്ന സംശയവും അല്ലെങ്കിൽ ഒരു ചോദ്യവും വെച്ചുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് പുതിയ പ്രതിസന്ധി വന്നാലും അതിനെ ആ വിഷയത്തിൻ്റെ വ്യാപ്തിക്കും ഗൗരവത്തിനും അനുസരിച്ച് നിന്നുകൊണ്ട് നേരിടാൻ ഒരു നാടിനെ സജ്ജമാക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂട നീക്കം, അതിൻ്റെ നേതൃപരമായ ശേഷിയിൽ മുഖ്യമന്ത്രി പിണറായി കാഴ്ചവെക്കുന്ന രീതികൾ, ഇതെല്ലാം ഇതുമായി കൂടി ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. ശ്രീ ജയചന്ദ്രൻ എന്ത് പറയുന്നു? അതേ സ്ഥലത്ത് തീർച്ചയായിട്ടും അത് ആ നിലയ്ക്ക് തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടതും നമ്മളങ്ങനെയാണ് പരിശോധിക്കാൻ താല്പര്യപ്പെടേണ്ടതും. അതിനു മുമ്പ് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറയേണ്ടതുണ്ട് സ്ഥലത്തെ. കാരണം ഇന്നലെ ചേർന്ന ക്യാബിനറ്റിൽ ഒരു സുപ്രധാന തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം മറ്റൊന്നുമല്ല, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ നിയോജക മണ്ഡലങ്ങൾക്കും 140 നിയോജക മണ്ഡലങ്ങൾക്ക് 7 കോടി രൂപ വീതം 981 കോടി രൂപ 82 കോടി രൂപ കൊടുക്കുന്ന ഒരു തീരുമാനം ക്യാബിനറ്റ് ഇന്നലെ എടുത്തു. അല്ല, ധനവകുപ്പ് അനുവദിച്ചു തീരുമാനം. എനിക്ക് തോന്നുന്നു ശ്രീ ജയചന്ദ്രൻ നടന്ന കാലഘട്ടം, ശ്രീ ജയചന്ദ്രൻ നേരത്തെ നിയമസഭയിൽ തന്നെ ആ തീരുമാനം വന്നിരുന്നു. പക്ഷേ അതിനനുസരിച്ച് ധനവകുപ്പ് ആ പണം റിലീസ് ചെയ്യുന്ന നിലയിലേക്ക് തീരുമാനം വന്നു. അങ്ങനെ ഒരു സ്റ്റെപ്സിലേക്ക് കടക്കുകയാണ് കേരളം. അല്ല, ആ ഉത്തരവാണ് വന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞു. അതെ, അതിന്റെ എക്സിക്യൂഷനിലേക്ക് കടക്കുകയാണല്ലോ. അപ്പം നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ശരത്തെ, ഈ സംഭവം, ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷവും അവർക്കൊപ്പം പിന്നെ ഈ വിമർശനങ്ങൾക്കൊക്കെ, ആരോപണങ്ങൾക്കൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച മാധ്യമങ്ങളും പറഞ്ഞതെന്താണ്? പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. പിന്നെ അന്ന് 99 MLA-മാരാണല്ലോ, 41 MLA-മാർ ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്നു. പക്ഷേ ഈ ബഹിഷ്കരിച്ച ഒരാളുടെ പോലും മണ്ഡലത്തിൽ നയാ പൈസ കുറച്ചിട്ടില്ലല്ലോ. ഭരണകക്ഷി MLA-മാരെ പോലെ തന്നെ ഈ 41 മണ്ഡലങ്ങൾക്കും 7 കോടി രൂപ വെച്ച് ഗവൺമെൻറ് അനുവദിക്കുകയും കൊടുക്കുകയും ചെയ്തല്ലോ. അനുവദിക്കുക മാത്രമല്ല, കൊടുക്കുകയും കൂടെ ചെയ്യണം, അത് ചെയ്തല്ലോ. എന്താണ് പ്രതിപക്ഷത്തിന് അത് സംബന്ധിച്ച് ഒരു നല്ല വാക്ക് പറയാൻ എന്താണ് തോന്നാത്തത്? തോന്നില്ല എന്നുള്ള ജനങ്ങൾക്കറിയാമെന്നേ. ജനങ്ങൾക്കറിയാം എന്താണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മനോഭാവം എന്നുള്ളത്. ആ മനോഭാവം കൊണ്ടാണല്ലോ അന്ന് ഞങ്ങളിതിനെ എതിർക്കുന്നു, പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രതിപക്ഷ MLA പോലും ഇത് സംബന്ധിച്ച് എൻ്റെ മണ്ഡലത്തിന് ഈ 7 കോടി രൂപ കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ 7 കോടി രൂപ വേണ്ട എന്നോ പറയുന്ന ഒരു പ്രതിപക്ഷ അംഗത്തിന് നമ്മൾ കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും MLA-മാരാണെങ്കിലും അത് ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പറയുക മാത്രമല്ല, ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ക്യാബിനറ്റിൽ കൂടെ വ്യക്തമായി കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒന്നാമത്തെ കാര്യം. അതാണ് സുപ്രധാനമായി കാണേണ്ട ഒരു പ്രശ്നം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാവും ഇങ്ങനെ ഗവൺമെൻറ് ചെയ്യുന്നതിൽ. ഇങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. നിങ്ങളോട് വെറുപ്പാണ്, നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം, ഭരണപക്ഷത്തെ നോക്കി അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷേ അവരെ കൂടെ കരുതലോടെ സമീപിക്കുന്ന, ആ ജനങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്, അതെന്ത് തരം ഗവൺമെൻറ്റാണ് എന്നുള്ളതല്ലേ സ്വാഭാവികമായും പ്രതിപക്ഷം ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ജനങ്ങൾക്കതല്ല. ജനങ്ങളെ ഇൻക്ലൂസീവായിട്ട് കാണുന്നൊരു സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് അവരുടെ ബോധ്യത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നൊരു വാചകമുണ്ടല്ലോ, ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുന്ന അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. അതുതന്നെയാണ് ഇന്നലത്തെ ക്യാബിനറ്റിലും സ്പഷ്ടമായി കണ്ടതും. അതിനേക്കാളും ഒന്നുകൂടെ സ്പഷ്ടീകരിക്കപ്പെട്ട അനുഭവമാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളിൽ വരുന്നത്. 24-ന് താങ്കൾ സൂചിപ്പിച്ചത് വലിയ കപ്പൽ അപകടം ഉണ്ടായ വിഷയം.
24-നാണല്ലോ സംഭവിക്കുന്നത്. അതിനുശേഷം ആലപ്പുഴയിൽ യുദ്ധകാല അടിസ്ഥാനത്തിലാണല്ലോ ഭരണകൂടം ചലിച്ചത്. അത്രയ്ക്ക് പിന്നെ ഈ റെഡ് ടൈപ്പിസം എന്നുള്ളത് എല്ലാവരും പറയുന്ന സംഗതിയാണല്ലോ. അത്തരത്തിൽ ചുവപ്പ് നാടയുടെ വിദൂരമായ ലാഞ്ചന പോലും ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ സമാശ്വാസം എത്തിക്കാനും അതിന് പിന്നാലെ ഇന്നത്തെ തീരുമാനത്തിൽ 1000 രൂപ വെച്ചും 6 കിലോ അരി വെച്ചും കൊടുക്കാനുള്ള ആ തീരുമാനത്തിൻ്റെ നൈരന്തര്യമുള്ള തീരുമാനത്തിൻ്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അത് പറയുമ്പോൾ ആലപ്പുഴയിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥത, ആശങ്കകൾ ഇതൊക്കെ വളരെ വലിയ തോതിലായിരുന്നു. അത് പലതരത്തിൽ പല വ്യാഖ്യാനങ്ങളും മാധ്യമങ്ങൾ കൊടുക്കുന്നതിൽ പരസ്പരം മത്സരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്, കേരളം മുഴുവൻ കണ്ടതാണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പെരുപ്പിക്കാൻ വരുന്നുമില്ല. പക്ഷേ ഇതിൽ കേരളത്തിലെ പ്രത്യേകിച്ചും ആലപ്പുഴയിലെ ജനതയുടെ തീരദേശ ജനതയുടെ പിന്നെ ആശങ്കകളായിട്ട് എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തത്, ആ ചെയ്തതെല്ലാം പിന്നെ വളരെ ഫലപ്രദമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും ആ ആശങ്കാഭരിതമായ ആ മണിക്കൂറുകളുടെ തുടക്കത്തിലുണ്ടായ മണിക്കൂറുകൾ ഒഴിച്ചു നിർത്തിയാൽ ഗവൺമെൻറ് വളരെ നല്ല നിലയിൽ തന്നെ ഈ കാര്യങ്ങളോട് ഇടപെട്ട് മുമ്പോട്ട് വരുന്നതുമായ കാഴ്ചകളാണ് ആലപ്പുഴ മുഴുവൻ കണ്ടതും കേരളം മുഴുവൻ ആശ്വാസത്തോടെ അംഗീകരിച്ചതും. ആ നടപടി തന്നെയാണ് ഇന്നും തുടരുന്നതും. വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തുടർന്നുകൊണ്ട് പോയതും അതേ മനോഭാവത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇക്കാര്യത്തിൽ കാണിച്ചത്. പിന്നെ വിദഗ്ധരുടെ കേന്ദ്ര ഈ യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഈ രംഗത്തെ വിദഗ്ധരുടെ അടക്കം സേവനം തേടിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, മുരളി തുമ്മാരുകൂടി അടക്കം ഇക്കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ വിശദീകരിക്കുമ്പോഴും അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ സ്കൂൾ തുറപ്പ്, അതിൻ്റെ ഈ മെയ് 20 മുതൽ 26 വരെയുള്ള ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും അടുക്കടുക്കായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു പോകുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? സ്വാഭാവികമായും ഈ സ്കൂൾ തുറപ്പിന് മുമ്പായി ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവും എന്ന് ജനങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ആ പൊതുവിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതല്ല, അതിനു വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് ആ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ നടപ്പാക്കി കഴിഞ്ഞു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ബോധ്യപ്പെടുത്തലാണല്ലോ അദ്ദേഹം നിർവഹിച്ചത്. ഇതിനേക്കാളും ഭംഗിയായി ഭരണനിർവഹണം എങ്ങനെയാണ് നടത്തുക, ഇത് കാണുമ്പോഴാണ് നമ്മളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത്. പിന്നെ ഈ ആക്ഷേപിക്കാനൊരു പദം കൊണ്ടുവന്നല്ലോ, പിണറായിസം. അങ്ങനെ ആക്ഷേപിച്ച് നടക്കുന്നുണ്ടല്ലോ ഒരാൾ. ആ ഒരുത്തൻ പറയുന്ന പിണറായിസം ജനങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇതാണ് പിണറായിസം. അത്തരത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാനും അതിന് മുന്നിൽ നിന്ന് നയിക്കാനും ആവശ്യമായ എല്ലാ ഇടപെടലുകളും സമാശ്വാസങ്ങളും നടത്തിക്കൊടുക്കാനും കഴിയുന്ന ഒരു നേതാവ്, നായകൻ, അതുകൊണ്ടാണല്ലോ ക്യാപ്റ്റൻ തന്നെ പറയുന്നത്. അതുണ്ട് എന്ന് കാണിക്കുകയും കൂടിയായിരുന്നു ഇന്നത്തെ അടക്കമുള്ള പത്രസമ്മേളനങ്ങൾ, ഇന്നലെ വരെയുള്ള പ്രവർത്തികളും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്.